ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT 8ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 16ാമത്തെ ലെസൺ മുതലാണ്. ഇന്നത്തെ ടൈം ടേബിൾ പ്രകാരം നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നാളെ തുടങ്ങാം. ഇന്നത്തോടുകൂടെ 8ാം ക്ലാസ്സിലെ സയൻസ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. 16ാമത്തെ ലെസനാണ് ജലം. ജലത്തിൻ്റെ താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. തിളയ്ക്കുന്ന ജലത്തിൽ വീണ്ടും എത്ര താപം നൽകിയാലും അത് ഉയരില്ല. കാരണം അധിക താപം അവസ്ഥാമാറ്റത്തിന് ഉപയോഗിക്കും. അത് നീരാവിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തിളച്ച വെള്ളത്തിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ കൂടുതലാവുന്നത്. തിളച്ച വെള്ളത്തേക്കാൾ നീരാവി കൊണ്ടുണ്ടാകുന്ന പൊള്ളലാണ് കൂടുതൽ. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില കൂടും. മർദ്ദം കൂടുന്ന സമയത്ത് ജലത്തിൻ്റെ തിളനില കൂടും. മർദ്ദം കുറയുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയും. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ ജലത്തിൻ്റെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലത്തിൻ്റെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പർവ്വത പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസിൽ കുറവായിരിക്കും. മുകളിലോട്ട് പോകുന്തോറും മർദ്ദം കുറയുകയാണ്. അതുകൊണ്ടാണ് പർവ്വത പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസിൽ കുറവായിരിക്കുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസിനിടയിൽ ജലം ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറും. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് ജലത്തിനുണ്ട്. അതിനെയാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ജലം തണുക്കുന്ന സമയത്ത് സാന്ദ്രത കൂടുകയാണ് ചെയ്യുന്നത്. ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടും. ജലത്തിൻ്റെ ഉയർന്ന സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്താണ്. ജലത്തിൻ്റെ ഉയർന്ന സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴാണ്. 4 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താപനില കുറയുന്ന സമയത്ത് അസ്വാഭാവികമായ വികാസം കാരണം സാന്ദ്രത കുറയും. ഈ സമയത്ത് വ്യാപ്തം കൂടുകയും ചെയ്യും. ഇതാണ് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം അല്ലെങ്കിൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഐസ് പാളികൾക്ക് താഴെയുള്ള ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കാരണമാണ്. ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണമാണ് ഐസ് പാളികൾക്ക് താഴെയുള്ള ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നത്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിൻ്റെ ഖരാങ്കം എന്ന് പറയുന്നത്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിൻ്റെ ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ജലത്തിൻ്റെ ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ വസ്തുക്കൾ തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുകയും വ്യാപ്തം കുറയുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ജലം ഘനീഭവിച്ച് ഐസാകുന്ന സമയത്ത് വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയുമാണ് ചെയ്യുന്നത്. തന്മാത്രകൾ ജല ഉപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നതിന് കാരണമായ സവിശേഷതയാണ് പ്രതലബലം. ജലത്തിൻ്റെ ഉപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നതിന് കാരണമായ സവിശേഷതയാണ് പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ചെറിയ പ്രാണികൾക്ക് ജല ഉപരിതലത്തിലൂടെ ഓടി നടക്കാൻ സാധിക്കുന്നത് പ്രതലബലം കാരണമാണ്. അതുപോലെ തന്നെ ബ്ലേഡ് വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകാത്തതും പ്രതലബലം കാരണമാണ്. ജലകണികകളുടെ ഗോളാകൃതിക്ക് കാരണവും പ്രതലബലമാണ്. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലാണ്. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലാണ്. സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കാം. ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കാൻ സോപ്പ് സഹായിക്കുന്നുണ്ട്. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് ഹൈഡ്രജന്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബലൂണുകൾ മുകളിലോട്ട് പറന്നു പോകുന്നത്. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്നതാണ് ജല വോൾട്ടാമീറ്റർ. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്നതാണ് ജല വോൾട്ടാമീറ്റർ. ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കാനും ചേർക്കാനും ജല വോൾട്ടാമീറ്റർ ഉപയോഗിക്കാം. ഹോഫ്മാൻ ആണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ജലതന്മാത്രയുടെ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃകയാണ് H2O. ജലതന്മാത്രകളുടെ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃകയാണ് H2O. ജലവും ലോഹവും ചേർന്നാൽ ഹൈഡ്രജൻ ഉണ്ടാവുന്നു. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി ചേരുമ്പോഴും ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിച്ചും ഹൈഡ്രജൻ പുറത്തു വരുന്നുണ്ട്. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി ചേരുമ്പോൾ ഹൈഡ്രജൻ പുറത്തു വരുന്നു. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തു വരുന്നു. ജലവുമായി പ്രവർത്തനമില്ലാത്ത ലോഹങ്ങളാണ്
ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയവ. ജലവുമായി പ്രവർത്തനമില്ലാത്ത ലോഹങ്ങളാണ് ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം എന്നിവ. നിർവീര്യലായകമാണ് ശുദ്ധജലം. നിർവീര്യലായകമാണ് ശുദ്ധജലം. സാർവികലായകം ജലമാണ്. സാർവികലായകം എന്നറിയപ്പെടുന്നത് ജലമാണ്. ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങളാണ്. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങളാണ് ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. കഠിനജലത്തിൽ സോപ്പ് പതിയില്ല. തിളപ്പിച്ച് നീക്കം ചെയ്യാൻ കഴിയുന്ന കാഠിന്യമാണ് താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നത്. തിളപ്പിച്ച് നീക്കം ചെയ്യാൻ കഴിയുന്ന കാഠിന്യമാണ് താൽക്കാലിക കാഠിന്യം. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. ഇത് ചൂടാക്കുന്ന സമയത്ത് ബൈകാർബണേറ്റുകൾ വിഘടിച്ചു പോകും. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം എന്ന് അറിയപ്പെടുന്നത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. തിളപ്പിച്ച് നീക്കം ചെയ്യാൻ കഴിയാത്ത കാഠിന്യമാണ് സ്ഥിര കാഠിന്യം എന്ന് പറയുന്നത്. തിളപ്പിച്ച് നീക്കം ചെയ്യാൻ കഴിയാത്ത കാഠിന്യമാണ് സ്ഥിര കാഠിന്യം. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. അടുത്ത ലെസനാണ് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. അനേകം ലഘു തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നതാണ് പോളിമറുകൾ. അനേകം ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളാണ് പോളിമറുകൾ. പോളിമറുകൾക്ക് ഉദാഹരണമാണ് പരുത്തി, സിൽക്ക്, കമ്പിളി, ചണം, ചകിരി, റബ്ബർ തുടങ്ങിയവ. പരുത്തി, സിൽക്ക്, കമ്പിളി, ചണം, ചകിരി, റബ്ബർ തുടങ്ങിയവ പോളിമറുകളാണ്. ഗ്ലൂക്കോസ് മോണോമറാണ്. ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ് അന്നജം. ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ് അന്നജം. അമിനോ ആസിഡിൻ്റെ പോളിമറാണ് പ്രോട്ടീൻ. അമിനോ ആസിഡിൻ്റെ പോളിമറാണ് പ്രോട്ടീൻ. ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരത്തിലുള്ള പോളിമറുകളാണ് ഉള്ളത്: ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ. ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറുകൾ 3 തരത്തിലാണ് ഉള്ളത്: ഫൈബറും പ്ലാസ്റ്റിക്കും റബ്ബറും. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളാണ് ഫൈബറുകൾ. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറാണ് ഫൈബർ. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറുകളെ പറയുന്നതാണ് ബയോപോളിമേഴ്സ്. ബയോപോളിമേഴ്സിന് ഉദാഹരണമാണ് പ്രോട്ടീൻ, DNA, അന്നജം, സെല്ലുലോസ്. ജീവജാലങ്ങളിലെ പോളിമറുകളാണ് പ്രോട്ടീൻ, DNA, അന്നജം, സെല്ലുലോസ്. പ്രകൃതിദത്തമായ പോളിമറുകളാണ് പരുത്തി, ചകിരി, സിൽക്ക്, റബ്ബർ, കമ്പിളി, ചണം, പ്രോട്ടീൻ, DNA, അന്നജം, സെല്ലുലോസ് തുടങ്ങിയവ. ഓർഗാനിക് പോളിമർ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമറുകളാണ് നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC തുടങ്ങിയവ. മോണോമർ പോളിമർ ആകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. മോണോമർ പോളിമർ ആകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. കൃത്രിമ ഫൈബർ അല്ലെങ്കിൽ നാരുകളാണ് നൈലോണും ടെറിലീനും. കൃത്രിമ ഫൈബർ അല്ലെങ്കിൽ നാരുകളാണ് നൈലോണും ടെറിലീനും. നൈലോണും ടെറിലീനും വസ്ത്രനിർമ്മാണത്തിനാണിത് ഉപയോഗിക്കുന്നത്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ന്യൂയോർക്കിൻ്റെയും ലണ്ടൻ്റെയും പേരുകൾ ചേർത്താണ് നൈലോൺ എന്ന പേര് നൽകിയിട്ടുള്ളത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. പട്ടുവസ്ത്രം നിർമ്മിക്കാനാണ് റയോൺ ഉപയോഗിക്കുന്നത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കായിട്ടുള്ള പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്ന പേര് രൂപം കൊണ്ടിട്ടുള്ളത് ഗ്രീക്ക് വാക്കായിട്ടുള്ള പ്ലാസ്റ്റിക്കോസ് എന്ന പദത്തിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നാണ്. പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിച്ച വസ്തുവാണ്
പാർക്കിസിൻ പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിച്ച വസ്തുവാണ് പാർക്കിസിൻ. 1856 അലക്സാണ്ടർ പാർക്സ് ആണ് പാർക്കിസിൻ നിർമ്മിച്ചത്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. 1909 ബെൽജിയംകാരനായിട്ടുള്ള ലിയോ ബേക്ക്ലൻഡ് ആണ് ബേക്കലൈറ്റ് കണ്ടുപിടിച്ചത്. 1909 ലിയോ ബേക്ക്ലൻഡ് ആണ് ബേക്കലൈറ്റ് എന്ന ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് നിർമ്മിച്ചത്. റബ്ബർ പാല് ലാറ്റക്സ് ആണ്. ലാറ്റക്സിൽ നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത്. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രിൻ. കൃത്രിമ റബ്ബറുകളാണ് നിയോപ്രിൻ, തയോകോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. കൃത്രിമ റബ്ബറുകളാണ് നിയോപ്രിൻ, തയോകോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. തെർമോ പ്ലാസ്റ്റിക്കുകളെയാണ് ലീനിയർ പോളിമർ എന്ന് വിളിക്കുന്നത്. മോണോമറുകൾ നേർരേഖയിൽ ചേർന്നുണ്ടായവയാണ് ലീനിയർ പോളിമറുകൾ. തെർമോപ്ലാസ്റ്റിക് ആണ് ലീനിയർ പോളിമർ എന്ന് അറിയപ്പെടുന്നത്. മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്നുള്ള ഘടനയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉള്ളത്. മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്നുള്ള ഘടനയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റേത്. ചൂടാക്കുമ്പോഴുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കുകൾ 2 തരത്തിലാണ് ഉള്ളത്: തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക്കുകൾ. ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാം. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റമാണ് സംഭവിക്കുന്നത്. ഉദാഹരണം PVC, പോളിത്തീൻ. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് PVC, പോളിത്തീൻ. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കും, തണുപ്പിക്കുന്ന സമയത്ത് സ്ഥിരമായി ദൃഢമാവും. ഇതിനെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ദൃഢമായി മാറിയാൽ വീണ്ടും ചൂടാക്കി രൂപമാറ്റം വരുത്താൻ സാധിക്കില്ല. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ബേക്കലൈറ്റ് ആണ്. കുക്കറിൻ്റെ പിടിയും ഇസ്തിരിപ്പെട്ടിയുടെ പിടിയുമെല്ലാം നിർമ്മിക്കുന്നത് ബേക്കലൈറ്റ് കൊണ്ടാണ്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റവും രാസമാറ്റവും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ സംഭവിക്കുന്നുണ്ട്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീനും PVCയും. പോളിത്തീൻ ഉപയോഗിക്കുന്നത് പാക്കറ്റുകൾ, ട്യൂബ്, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാനാണ്. പോളിത്തീൻ ഉപയോഗിക്കുന്നത് പാക്കറ്റുകൾ, ട്യൂബ്, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാനാണ്. PVC ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വയറിങ്ങിനും പ്ലംബിങ്, ഷൂസ്, ഹാൻഡ് ബാഗ്, റെയിൻകോട്ട്, ബോട്ടിൽ ഫർണിച്ചർ ഇതെല്ലാം നിർമ്മിക്കാൻ PVC ആണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ വയറിങ്, പ്ലംബിങ്, ഷൂസ്, ഹാൻഡ് ബാഗ്, റെയിൻകോട്ട്, ബോട്ടിൽ ഫർണിച്ചർ എന്നിവ നിർമ്മിക്കാൻ PVC ആണ് ഉപയോഗിക്കുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിനും. ബേക്കലൈറ്റുകൾ ഉപയോഗിക്കുന്നത് പ്ലഗുകൾ, സ്വിച്ച്, ബട്ടൺ, വൈദ്യുത ഉപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ എന്നിവ നിർമ്മിക്കാനാണ്. പ്ലഗുകൾ, സ്വിച്ച്, ബട്ടൺ, വൈദ്യുത ഉപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ നിർമ്മിക്കാനുമാണ് ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത്. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിനാണ്. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാനുള്ളതാണ് 4R. 4R അർത്ഥമാക്കുന്നത് റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. ഒരു മൈക്രോൺ എന്നാൽ 10⁻⁻6 മീറ്റർ ആണ്. അതായത് 0.501 മീറ്റർ. 40 മൈക്രോണിൽ താഴെ കനമുള്ള പ്ലാസ്റ്റിക്കുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. പ്ലാസ്റ്റിക് പുനഃചംക്രമണ ചിഹ്നങ്ങളാണ് ത്രികോണാകൃതിയിലുള്ള അസ്ത്രങ്ങൾ. പ്ലാസ്റ്റിക് പുനഃചംക്രമണ അല്ലെങ്കിൽ റീസൈക്ലിംഗ് ചിഹ്നമാണ് ത്രികോണാകൃതിയിലുള്ള അസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും. അതിലെ 1 മുതൽ 7 വരെയുള്ള നമ്പറാണ് ഉണ്ടായിരിക്കുക. 1 കാണിക്കുന്നത് PETE, പോളി എത്തിലീൻ ടെറിത്താലേറ്റിനെയാണ്. 2 HDPE, സാന്ദ്രത കൂടിയ പോളി എത്തിലീനാണ്. 3 V അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ്. 4 LDPE, സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീനാണ്. 5-ാമത്തേത് PP അല്ലെങ്കിൽ പോളി പ്രൊപ്പിലീനാണ്. 6-ാമത്തേത് PS ആണ്,
പോളിസ്റ്റെറീൻ ആണ് ആറാമത്തെ. ഏഴാമത്തെ അതേഴ്സ്, മറ്റു വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഏഴാമത്തെ നമ്പറിൽ ഉൾപ്പെടുന്നത്. 18ാമത്തെ ലെസനാണ് പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നത് സമതല ദർപ്പണത്തിലും മിനുസമായ വക്രതലങ്ങളിലുമാണ്. പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നത് സമതല ദർപ്പണത്തിലും മിനുസമായ വക്രതലങ്ങളിലുമാണ്. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. അകത്തോട്ട് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണ് കോൺവെക്സ് ദർപ്പണം. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണം. ഗോളീയ ദർപ്പണത്തിലെ വക്രതാ കേന്ദ്രത്തിന്റെ പ്രത്യേകത, വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിലേക്കുള്ള അകലമാണ് വക്രതാ ആരമെന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിലേക്കുള്ള അകലമാണ് വക്രതാ ആരം. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലമാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലമാണ് അപ്പർച്ചർ. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവാണ് പോള്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവാണ് പോള്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്ന നേർരേഖയാണ് പ്രിൻസിപ്പൽ ആക്സിസ്. സമതല ദർപ്പണത്തിൽ പതന കിരണം, പ്രതിപതന കിരണം, പതന ബിന്ദുവിലൂടെ പ്രതിപതന തലത്തിൽ വരയ്ക്കുന്ന ലംബം എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും. ഗോളീയ ദർപ്പണത്തിൽ പതന കോണും പ്രതിപതന കോണും തുല്യമാണ്. ഗോളീയ ദർപ്പണത്തിലെ പതന കോണും പ്രതിപതന കോണും തുല്യമാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവിനെയാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും നല്ലത് ചിത്രം നോക്കി പഠിക്കുന്നതാണ്. SCERTയിൽ ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രം വെച്ചിട്ടാണ് ഇത് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ് എന്ന് പറയാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ്. അതൊന്നും കൂടെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. കോൺവെക്സിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. കാരണം മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. കോൺകേവ് ലെൻസിൽ ദർപ്പണത്തിന് മുന്നിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. കോൺവെക്സ് ലെൻസിലെ ദർപ്പണത്തിന് പിന്നിലെ മറുഭാഗത്തായിട്ടാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരമെന്ന് പറയുന്നത്. അതായത് PF = F. P എന്നത് പോളും ക്യാപിറ്റൽ ലെറ്റർ F എന്നുള്ളത് മുഖ്യ ഫോക്കസാണ്. F എന്ന് പറയുന്നത് ദൂരമാണ്. ഇനി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. PSC റീസെൻ്റ് ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ആ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും. അതായത് F = R/2 ആണ്. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. R 20 എന്ന് തന്നാൽ ഫോക്കസ് ദൂരം എത്രയാണ് എന്ന് കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. R/2 എന്ന് പറയുന്നത് 20/2 10 സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം. ഇനി നേരെ തിരിച്ച് ഫോക്കസ് ആണ് തരുന്നതെങ്കിൽ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ദർപ്പണത്തിൻ്റെ വക്രത ആരം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 0.6 മീറ്റർ ഇൻറ്റു 2 1.2 മീറ്റർ ആണ് വക്രത ആരം. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും വക്രത ആരം. ബസ്സിൻ്റെ റിയർ വ്യൂ മിറർ കോൺവെക്സ് ലെൻസ് ആണ്. എല്ലാ വാഹനങ്ങളിലെയും റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്.
കോൺകേവ് ദർപ്പണത്തിൽ വസ്തു വളരെ അകലെ വെച്ചിരിക്കുന്ന സമയത്ത് പ്രതിബിംബം രൂപപ്പെടുന്നത് എഫിലാണെങ്കിൽ യഥാർത്ഥവും തലകീഴായതും വളരെ ചെറുതുമായ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം എപ്പോഴും മിത്തിയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബം എപ്പോഴും മിത്തിയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും. വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുന്നിൽ എവിടെയായിരുന്നാലും പ്രതിപതന സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുന്നിൽ എവിടെയായിരുന്നാലും കോൺവെക്സ് ദർപ്പണത്തിൽ പ്രതിപതന ബിംബത്തിൻ്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനമെന്ന് പറയുന്നത്. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ വലിപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം. ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് m=hi/ho. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം. ആവർത്തനം കണക്കാക്കുന്ന സമയത്ത് മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായിട്ടും മുഖ്യ അക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായുമാണ് പരിഗണിക്കുക. യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം. ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. കോൺകേവ് ദർപ്പണം എവിടേക്കാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. കോൺകേവ് ദർപ്പണം തന്നെയാണ് പാരാബോളിക് ദർപ്പണം എന്ന് അറിയപ്പെടുന്നത്. ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമാ പ്രൊജക്ടറുകൾ, സെർച്ച് ലൈറ്റ് ഇവിടെയെല്ലാം കോൺകേവ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. ഷേവിംഗ് മിററായും മേക്കപ്പ് മിററായും ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമാ പ്രൊജക്ടറുകളിലും സെർച്ച് ലൈറ്റുകളിലും ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായും റിയർ വ്യൂ മിററായും ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായും റിയർ വ്യൂ മിററായും ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി 2 ലെസൺ കൂടിയാണുള്ളത്. അടുത്ത് തന്നെ 2 ലെസണും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്